Good evening, students. So we are discussing about നമ്മളൊരു ഫസ്റ്റ് മൊഡ്യൂളിൽ ചെറിയൊരു ഭാഗം ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പറയാനുണ്ടായിരുന്നു. ആ ഒരു ഭാഗമാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏതാ നമ്മളവിടെ ന്യൂറോൺസ് എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈപ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ മോട്ടോർ ന്യൂറോൺസ്, സെൻസറി ന്യൂറോൺസ്, ഇൻ്റർ ന്യൂറോൺസ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഒരു മേജർ ഫങ്ഷൻസ്. മോട്ടോർ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് സിഗ്നൽസ് ഫ്രം യുവർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു യുവർ മസിൽസ്, ദേ ഹെൽപ്പ് യു മൂവ്. മോട്ടോർ ന്യൂറോൺസ് മേജറായിട്ട് എന്താ ഒരു മൂവിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. ദേ ആൾസോ അസിസ്റ്റ് വിത്ത് ബ്രീത്തിങ്, സവോളിങ് ആൻഡ് സ്പീക്കിംഗ്. നമ്മളെ സ്പീക്കിങ്ങിലും അതുപോലെ തന്നെ ഒരു ഫുഡൊക്കെ വിഴുങ്ങുക, ആ ഒരു കാര്യങ്ങളിലും ആ ഒരു ഫങ്ഷനുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, സ്പീക്കിങ്ങിലൊക്കെ എന്തുണ്ട് ഇതിന് വലിയൊരു റോള് വരുന്നുണ്ട്. Sensory neurons, that means take information from your senses, what you see, touch, taste, etc. to your brain. നമ്മൾ ആ ഒരു സെൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, അതിനെ നമ്മളെ ബ്രെയിനിക്ക് മെസ്സേജ് കറക്റ്റായിട്ട് പാസ് ചെയ്യിപ്പിക്കുക എന്നതാണ് പറയുന്നത്. ദെൻ ഇൻ്റർ ന്യൂറോൺസ് എന്താണ്, ഇതിൻ്റെ മോട്ടോർ ന്യൂറോണിൻ്റെയും സെൻസറി ന്യൂറോണിൻ്റെയും നടുവിലായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. അതെന്താ, കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ മോട്ടോർ ആൻഡ് സെൻസറി ന്യൂറോൺസ്. ഈ ഒരു രണ്ട് ഭാഗത്തിൻ്റെ ഇൻ്റർ ഭാഗമായിട്ട് ദ ന്യൂറോൺ റെഗുലേറ്റ് യുവർ മൂവ്മെൻറ്റ് ഇൻ റെസ്പോൺസ് ടു സെൻസറി ഇൻഫർമേഷൻ. നമ്മളെ സെൻസറി ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് മൂവ്മെൻറ്റ് കറക്റ്റാക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഒരു വലിയ റോളുണ്ട് നമ്മൾ തിങ്ക് ചെയ്യുക, റിമെമ്പർ ചെയ്യുക എന്നുള്ളതിലൊക്കെ ഒരു വലിയ റോള് ഇതിന് വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസിലായിട്ട് മേജറായിട്ട് വരുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് നെർവസ് സിസ്റ്റത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം, ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് മേക്കപ്പ് യുവർ CNS. യുവർ ബ്രെയിൻ റീഡ്സ് സിഗ്നൽസ് ഫ്രം യുവർ നെർവ്സ് ടു റെഗുലേറ്റ് ഹൗ യു തിങ്ക്, മൂവ് ആൻഡ് ഫീൽ. ഏതാണ് ഈ ഒരു CNSും ബ്രെയിനും സ്പൈനൽ കോഡും വന്നിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ എന്ത് CNS എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എന്ത് മേജറായിട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, പിന്നെ സിഗ്നൽസും കാര്യങ്ങളും റീഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ എന്തൊക്കെ തിങ്ക് ചെയ്യുന്നു അതിനനുസരിച്ച് എന്തൊക്കെ മൂവ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യങ്ങളും എന്തൊക്കെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് CNS ആണ് നോക്കുന്നത്. ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റം, PNS എന്താ മേജറായിട്ട് നമ്മളെ PNS മേഡപ്പ് ഓഫ് ആക്കിയിട്ടുള്ളത് ഏതാ, നമ്മൾ ഇൻഫർമേഷൻ ഫ്രം യുവർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു യുവർ ഓർഗൻസ്. നമ്മളെ ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമ്മളെ ഓർഗൻസിലേക്ക് എത്തിക്കുക എന്നുള്ള ആരുടെ PNSൻ്റെ മേജറായിട്ടുള്ള ഒരു ഏരിയയാണ്. ഈ ഒരു ഇതിൻ്റെതായിട്ടുള്ള എന്താ ഓർഗൻസ്, ആംസ്, ലെഗ്സ്, ഫിംഗേഴ്സ്, ഈ ഒരു ഭാഗത്തേക്കൊക്കെ എന്ത് ചെയ്യുക, ഇത് കറക്റ്റായിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ദ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഗൈഡ്സ് യുവർ വോളണ്ടറി മൂവ്മെൻറ്റ്. സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്താണ്, നമ്മളെ വോളണ്ടറി മൂവ്മെൻറ്റ്സ് ആണ് ഇതാക്കുന്നത്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്താ ചെയ്യുന്നത്, നമ്മളെ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് മീൻസ് നമ്മളെ ഹേർട്ട് ബീറ്റ്, ഹേർട്ട് റേറ്റ്, ആ കാര്യങ്ങളിലൊക്കെയാണ് എന്ത് നമ്മളെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. പെരിഫറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വോളണ്ടറി, നമ്മളെ കൈകാൽ മൂവ്മെൻറ്റ്സ്, ആ ഒരു കാര്യങ്ങളിലൊക്കെയാണ് എന്ത് മേജറായിട്ടുള്ളൊരു ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടെ CNSും PNSും എന്താണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഏരിയ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. സോ ഈ ഒരു ഏരിയയിൽ CNSനും ഇതിനും കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്നുണ്ട്. CNS മെയിനിലായിട്ട് എന്താ, നമ്മളെ സ്പൈനൽ കോഡ്, റെറ്റിന, അതേപോലെ ബ്രെയിനാണ് CNSൽ മേജറായിട്ട് വരുന്നത്. CNS മേജറായിട്ട് വേറെ ഇതാക്കുന്നത് പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ എന്താ ഇതിൽ വേറെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏതാ നമ്മളെ CNS മേജറായിട്ട് പറയുന്നത് എന്താ, അവിടെ CNS ഈസ് സോ നെയ്മഡ് ബിക്കോസ് ഓഫ് ദ ബ്രെയിൻ ഇൻ്റഗ്രേറ്റ്സ് ദ റിസീവ്ഡ് ഇൻഫർമേഷൻ, കോർഡിനേറ്റ് ഇൻഫ്ലുവൻസസ് ആക്ടിവിറ്റി ഓഫ് ഓൾ ഓഫ് ദ പാർട്സ്. ഓൾ ഓഫ് ദ പാർട്സിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ഈ CNSന് ഒരു വലിയ റോളെന്നുണ്ട്. It is a structure composed of nervous tissue positioned along the rostral nose and caudal tail and axis of the body and may enlarged section and rostral which is brain. പിന്നെന്താ, ദ CNS കൺസിസ്റ്റ് ഓഫ് ടു മേജർ സ്ട്രക്ചേഴ്സ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ബ്രെയിനും സ്പൈനൽ കോഡും. CNS എന്താണെന്നുള്ളത് നമ്മൾ ഭയങ്കര എൻലാർജ് ചെയ്തിട്ട് എന്തുണ്ട് നമ്മളെ സെക്കൻഡ് മൊഡ്യൂളിൽ ഒന്നുകൂടി പഠിക്കുന്നുണ്ട്. പിന്നെ ദ ബ്രെയിൻ എൻഗേജ്ഡ് ഇൻ ദ സ്കൾ. ബ്രെയിൻ എന്താ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമ്മളെ ക്രാനിയം പ്രൊട്ടക്ട് ചെയ്തിട്ട് സ്കള്ളിൻ്റെ ഉള്ളിലാണ് ബ്രെയിൻ വരുന്നത്. ദ സ്പൈനൽ കോഡ് കണ്ടിന്യൂസ് വിത്ത് ദ ബ്രെയിൻ ആൻഡ് ലൈസ് കോഡ്ലി ടു ദ ബ്രെയിൻ. ഏതാ സ്പൈനൽ കോഡ് കണ്ടിന്യൂസ് ചെയ്തിട്ടാണ് ബ്രെയിൻ കണ്ടിന്യൂസ് ചെയ്തിട്ടാണ് സ്പൈനൽ കോഡ് പോകുന്നത്. പിന്നെന്താ ഒരു വെർട്ടിബ്രേ ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നമ്മൾ എന്ത് സ്പൈനൽ കോഡ് വരുന്നത്. ദ സ്പൈനൽ കോഡ് റീച്ചസ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്കൾ. ഏതാ ഇതിൻ്റെ ഒരു
നമ്മളെ സ്കള്ളിൻ്റെ ഒരു ബേസിൽ നിന്നാണ് നമ്മൾ എന്ത് സ്പൈനൽ കോഡ് വരുന്നത്. നമ്മൾ ഈ സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ കാണാമല്ലോ, അങ്ങനെ ഈ നീളത്തിൽ താഴ്ത്തി കിടക്കുന്ന ഒരു ഭാഗമാണ് എന്ത് നമ്മൾ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. Then continues through starting below the foramen magnum and terminates roughly level with the first or second lumbar vertebrae occupying the upper section of the vertebral canal. പിന്നെന്താ അത് റഫ്ലി ലെവൽ വിത്ത് ദ ഫസ്റ്റ് ഓർ സെക്കൻഡ് ലൂംബർ വെർട്ടിബ്രയും പിന്നെന്താ അപ്പർ സെക്ഷൻ വെർട്ടിബ്രൽ കനാലിലും ഒക്യുപ്പൈ ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദെൻ PNS, പെരിഫറൽ നെർവസ് സിസ്റ്റം, ഈസ് ദ വൺ ഓഫ് ടു കമ്പോണൻസ് ദാറ്റ് make up the nervous system, bilateral animals with the other being central nervous system. PNS-ൽ മേജറായിട്ട് വരുന്ന എന്താ നെർവ്സും ഗാംഗ്ലിയും പിന്നെന്താ ഔട്ട്സൈഡ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലാണ് എന്ത് PNS മേജറായിട്ട് വരുന്നത്. പിന്നെ PNS എന്താ PNS കണക്ട് ടു CNS ലിംബ്സ് ഓർഗൻസ് എസെൻഷ്യലി റിലേ ബിറ്റ്വീൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് റെസ്റ്റ് ഓഫ് ദ ബോഡി. പിന്നെ അൺലൈക്ക് ദ CNS, PNS ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ് ബൈ ദ വെർട്ടിബ്രൽ കോളം ഓർ സ്കള്ള്. CNS-നെ പോലെ PNS എന്താ വെർട്ടിബ്രൽ കോളായിട്ടും സ്കള്ളായിട്ടും പ്രൊട്ടക്റ്റഡ് അല്ല, ഓർ ബൈ ദ ബ്ലഡ് ബ്രെയിൻ ബാരിയറും പിന്നെന്താ വിച്ച് ലീവ് ഇറ്റ് എക്സ്പോസ്ഡ് ടു ടോക്സിൻസ്. പിന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ മേജറായിട്ട് വരുന്നതാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം നമ്മൾ പറഞ്ഞത്. സൊമാറ്റിക് നെർവസ് സിസ്റ്റം നമ്മൾ വളണ്ടറി കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ സെൻസറി നെർവസ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ടേസ്റ്റ് അതേപോലെ അങ്ങനത്തെ സെൻസസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, സെൽഫ് റെഗുലേറ്റിംഗ് ആണ്. പിന്നെ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഫങ്ഷൻസ് ഓഫ് ഔട്ട്സൈഡ് വളണ്ടറി കൺട്രോളും ഏതൊക്കെ നമ്മളെ ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി സിസ്റ്റം, ആ ഒരു ഏരിയയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മേജറായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇത് നമ്മളൊരു ഫസ്റ്റ് ഏരിയ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് മേജറായിട്ട് പോകുന്ന ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ.